ഹരേ കൃഷ്ണ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. ഭാരതത്തിൻ്റെ ആധ്യാത്മികതയുടെ വിലപ്പെട്ട സംഭാവനയാണ് നമ്മുടെ പുരാണേതിഹാസങ്ങൾ. യുഗയുഗാന്തരങ്ങളിലായി നിരവധി ആചാര്യന്മാർ മാനവ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതിനും പിന്നീട് സാധാരണക്കാർക്കു കൂടി സുഗമമായി ഗ്രഹിക്കുന്നതിനും വേണ്ടി കഥാരൂപത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളവയാണ് പുരാണേതിഹാസങ്ങൾ. ഇവയാണ് 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും രാമായണം, മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളും. മഹാഭാരതം ഒരു വിശ്വോത്തര ക്ലാസിക് കാവ്യം. ഈ പുരാണേതിഹാസത്തിൻ്റെ മഹിമ അവർണ്ണനീയമാണ്. ഛാന്ദോഗ്യോപനിഷത്ത് പറയുന്നു, ഇതിഹാസ പുരാണം പഞ്ചമോ വേദാനാം. അതായത് സകല വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ളതിനാൽ മഹാഭാരതത്തെ പഞ്ചമവേദം എന്നു പ്രകീർത്തിക്കുന്നു. സത്യധർമാദികളിൽ അധിഷ്ഠിതമായി ലോകഹിതാർത്ഥം പ്രചരിക്കുന്ന ഈശ്വരീയതയെ സുവ്യക്തം വിവരിക്കുന്ന ഉപാഖ്യാനങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന ചൊല്ല് കുറിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും മഹാഭാരതത്തിലുണ്ട്, ഇതിലില്ലാത്തത് മറ്റൊന്നിലും കാണുകയുമില്ല എന്നതാണ്. അദ്ഭുതവും അത്യുത്തമവുമായി കൃഷ്ണദ്വൈപായനൻ എന്ന വ്യാസമഹർഷിയുടെ മാനസത്തിൽ നിന്നുദ്ഭവിച്ച ഈ മഹാകാവ്യം മഹാഗണപതിയാണ് സശ്രദ്ധം പകർത്തിയെഴുതിയത്. ആദ്യ ആഖ്യാനത്തിൽ 100 പർവ്വങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ലോമഹർഷണപുത്രനും വ്യാസശിഷ്യനുമായ ഉഗ്രശ്രവസ് എന്ന സൂതൻ നൈമിശാരണ്യത്തിൽ വെച്ച് ഇത് സംഗ്രഹിച്ചു പറഞ്ഞത് 18 പർവ്വങ്ങളായിട്ടാണ്. സത്യധർമാദികളെ കുറിക്കുന്ന നിരവധി ഉപകഥകളും മഹാഭാരതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. 18 പർവ്വങ്ങളിൽ ഓരോന്നിനും അനേകം ഉപപർവ്വങ്ങളും ഉണ്ട്. ആദിപർവം, സഭാപർവം, ആരണ്യപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗപ്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, ആനുശാസനികപർവം, അശ്വമേധികപർവം, ആശ്രമവാസികപർവം, മൗസലപർവം, മഹാപ്രസ്ഥാനപർവം, സ്വർഗാരോഹണപർവം എന്നിങ്ങനെ 18 പർവങ്ങൾ. ഇവയ്ക്കു പുറമെ അനുബന്ധങ്ങളായ 10,000 ശ്ലോകങ്ങളടങ്ങിയ ഹരിവംശവും 2000 ശ്ലോകങ്ങളുള്ള ഭവിഷ്യപർവവും ചേർത്ത് 91,829 ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. കൗരവ പാണ്ഡവ ജീവിത സ്വർഗാരോഹണത്തിനു പുറമെ രാമായണം, പരശുരാമചരിതം, മാന്ധാതൃ ചരിതം, സാവിത്ര്യുപാഖ്യാനം, സനത് സുജാതീയം, ത്രിപുരദഹനം, കൃഷ്ണാർജുന മാഹാത്മ്യവർണ്ണനം, മാർക്കണ്ഡേയ ചരിതം, ശേനകപോതീയം, ശകുന്തളോപാഖ്യാനം, പൃഥ്വിചരിതം, കാകഹംസീയം എന്നിങ്ങനെ അസംഖ്യം ഉപാഖ്യാനങ്ങളും ഈ ധർമ്മരഹസ്യത്തിൽ വിവരിക്കുന്നു. അർത്ഥശാസ്ത്രത്തിനും ധർമ്മശാസ്ത്രത്തിനും കാമശാസ്ത്രത്തിനും പ്രാധാന്യമുള്ള കാവ്യമാണിത്. എന്നാൽ എടുത്തു പറയാവുന്നതും ഏറ്റവും പ്രാധാന്യവുമുള്ള മറ്റൊരു വിശേഷം എന്തെന്നാൽ മഹാഭാരതത്തിൻ്റെ ആദ്യ നാമം ജയ എന്നതായിരുന്നു. സകല ഭാരത ജനതയുടെയും സർവോത്കൃഷ്ടമായ പൈതൃക സമ്പത്തായിട്ടുള്ള ഈ ഇതിഹാസത്തെ
പഴയ തലമുറയിലേക്കെന്ന പോലെ പുതിയ തലമുറയിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുകയാണ്. വേദവ്യാസരാൽ ആഖ്യാനം ചെയ്യപ്പെട്ടതും ഏകദേശം 100,000-ഓളം ശ്ലോകങ്ങൾ ഉള്ളതുമായ മഹാഭാരതത്തിൽ അന്തർഭവിക്കുന്ന കഥാപാത്രങ്ങൾ 1500-ഓളം ഉണ്ടെന്നു കണക്കാക്കിയിരിക്കുന്നു. പ്രത്യേകമായ വ്യക്തിത്വവും ശ്രേഷ്ഠതയും സ്ഥൈര്യവും സ്ഫുരിക്കുന്ന കഥാപാത്രങ്ങൾ. ഇതിനെല്ലാം പുറമെ സർവനിയന്താവായ കഥാപാത്രമായി സാക്ഷാൽ ഭഗവാനും എത്തുന്നു. ധർമ്മം എന്ന വാക്കിന് വലിയ മാനങ്ങൾ നൽകുന്ന യഥോ ധർമ്മസ്തതോ ജയഃ എന്ന ഉൾക്കാഴ്ച നമ്മളിലേക്ക് പകർന്നു തന്ന ഈ കാവ്യത്തിലെ ചില കഥാപാത്രങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയും ഒരു യാത്ര. ഇനി വരുന്ന ഓരോ അധ്യായവും ഓരോ കഥാപാത്രങ്ങളും അവരുടെ സവിശേഷതകളും രാജധർമ്മത്തിൻ്റെ വീര്യത പ്രകടമാക്കുന്ന സന്ദർഭങ്ങളുമായി നമ്മൾ തുടങ്ങുകയാണ് മഹാഭാരത കഥാമൃതത്തിലൂടെ. ഓം നമോ ഭഗവതേ വാസുദേവായ.